ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ലോക് ഭവനായി മാറിയ ശേഷം ആദ്യ അതിഥിയായി എത്തിയത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തിയത്. ലോക് ഭവനിൽ താമസിച്ച രാഷ്ട്രപതി രാവിലെ 9 മണിക്ക് ഡൽഹിക്ക് മടങ്ങും. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതികൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്ഭവൻ എന്ന പേരുമാറ്റി ലോക് ഭവനായത്. ഇത്തരമൊരു പേരുമാറ്റത്തിന് കാരണക്കാരനായ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് അഭിമാന നിമിഷം. ലോക് ഭവനായതിനു ശേഷം ആദ്യ അതിഥിയായി എത്തിയത് രാഷ്ട്രപതി. ശംഖുമുഖത്ത് നാവികസേനയുടെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി ലോക് ഭവനിലെത്തി. ലോക് ഭവനിലായിരുന്നു അത്താഴവും തുടർന്നുള്ള വിശ്രമവും. രാവിലെ 9 മണിയോടെ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. തിരുവിതാംകൂറിലെത്തുന്ന വിദേശാതിഥികൾക്ക് താമസിക്കാനായി രാജകുടുംബം പണികഴിപ്പിച്ചതാണ് രാജ്ഭവനിലെ പ്രധാന കെട്ടിടം. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇത് ഗവർണറുടെ ഔദ്യോഗിക വസതിയായി മാറി. പിന്നീട് പലതവണ പുതിയ കെട്ടിടങ്ങൾ വന്നു. രാജ്ഭവൻ ഇപ്പോൾ ലോക് ഭവനായി മാറുകയും ചെയ്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.